ആതുരപൂർണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവ സ്നേഹം നിറയും പൂവനം. ആതുരപൂർണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവ സ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ജീവിതത്തിലെ ഓരോ നിമിഷവും ദൈവം നമ്മുടെ മേൽ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന നിരവധിയായ അനുഗ്രഹങ്ങൾക്ക് കൃതജ്ഞത അർപ്പിക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ നഴ്സസ് ടൈമിലേക്ക് നിങ്ങളേവരെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. സങ്കീർത്തനങ്ങൾ 124:8 ഇപ്രകാരം പറയുന്നു: ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൻ്റെ നാമത്തിലാണ് നമ്മുടെ ആശ്രയം. ഇന്ന് കുവൈറ്റ് നഴ്സസ് മിനിസ്ട്രിയിൽ നിന്നുള്ള ഒരു നഴ്സിൻ്റെ കുടുംബം കർത്താവിൻ്റെ നാമത്തിൽ അടിയുറച്ച് വിശ്വസിച്ച അനുഭവ സാക്ഷ്യം നമ്മോട് പങ്കുവയ്ക്കുമ്പോൾ ദൈവ സാന്നിധ്യം നമ്മുടെ ഇടയിലും അനുഭവിക്കുവാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ത്രിയേക ദൈവത്തിന് സ്തുതിയും മഹത്വവും ഉണ്ടായിരിക്കട്ടെ. 1 ദിനവൃത്താന്തം 21:11 ദാവീദ് ഗാദിനോട് പറയുന്നത് നമുക്ക് കാണാം: ഞാൻ വലിയ വിഷമസന്ധിയിൽ അകപ്പെട്ടിരിക്കുന്നു. മനുഷ്യൻ്റെ കരങ്ങളിൽ പതിക്കുന്നതിനേക്കാൾ ദൈവത്തിൻ്റെ കരങ്ങളിൽ പതിക്കുന്നതാണ് ഭേദം. കാരണം അവിടുത്തെ കരുണ വലുതാണല്ലോ. അതേ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ കരുണ വലുതാണ്. സങ്കീർത്തനം 103:11 സങ്കീർത്തകൻ അതുകൊണ്ടാണല്ലോ ഇപ്രകാരം പറയുന്നത്: ഭൂമിക്ക് മേൽ ഉയർന്നിരിക്കുന്ന ആകാശത്തോളം ഉന്നതമാണ് തൻ്റെ ഭക്തരോട് അവിടുന്ന് കാണിക്കുന്ന കാരുണ്യം. നമ്മുടെ ദൈവത്തിൻ്റെ ഉന്നതമായ കരുണ വെളിവാക്കുന്ന നേഴ്സസ് ടൈമിൻ്റെ ഈ അനുഗ്രഹീത എപ്പിസോഡിലേക്ക് എല്ലാ ഷാലോം TV പ്രേക്ഷകരെയും സ്നേഹപൂർവ്വം ക്രിസ്തുനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. സജി, പ്രേക്ഷകർക്ക് വേണ്ടി സജിയുടെ കുടുംബത്തെ ഒന്ന് പരിചയപ്പെടുത്താമോ? തീർച്ചയായും ചേച്ചി. എൻ്റെ പേര് സജീവ് ജോർജ്. ഞാൻ കണ്ണൂർ ജില്ലയിൽ ചെടിക്കുളം ഇടവകയിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ ഭാര്യ സോളി സജീവ്. കോട്ടയം ജില്ലയിൽ വെല്ലൂരിൽ നിന്നാണ് വരുന്നത്. ഞങ്ങൾക്ക് 3 മക്കളാണുള്ളത്. മൂത്ത 2 കുട്ടികളും ബിടെക് കഴിഞ്ഞ് നാട്ടിലാണുള്ളത്. മൂന്നാമത്തെ ആൾ +2 കഴിഞ്ഞ് നാട്ടിൽ ഉപരിപഠനത്തിന് പോകാൻ വേണ്ടി തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. ഞാൻ കഴിഞ്ഞ 15 വർഷമായിട്ട് കുവൈറ്റിൽ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോളി ഇവിടെ ഒരു ഹോസ്പിറ്റലിൽ നേഴ്സായിട്ട് ജോലി ചെയ്യുന്നു. സോളി, സജ്ജ് പറഞ്ഞതിനോട് എന്തെങ്കിലും ചേർത്ത് പറയാനുണ്ടോ? ചേച്ചി, ഇത് ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 26ാമത്തെ വർഷമാണ്. അപ്പോൾ അതിൽ 22 വർഷത്തോളം ഞാൻ ജോലിക്ക് പോയിട്ടില്ല. ഞാൻ ഹൗസ് വൈഫായിരുന്നു. മക്കൾ 3 പേര് ഇവിടെ പഠിക്കുന്നു. ബിസിനസ് നല്ല രീതിയിൽ പോകുന്നു. സാമ്പത്തികമായി മെച്ചപ്പെട്ട രീതിയിലായിരുന്നു. പിന്നെ എപ്പോഴാണ് ജോലിക്ക് പോകാനായിട്ട് ഒരു സാഹചര്യം വന്നത്? അത് എന്താണെന്ന് ചോദിച്ചാൽ, സജിയുടെ ബിസിനസ്സിൽ ഒരു തകർച്ച വരുന്നുണ്ട്. അപ്പം ആ ഒരു സമയത്ത് ബിസിനസ് സംബന്ധമായ കേസുകളുണ്ടാകുന്നു. റെസിഡൻസി അടിക്കാൻ പറ്റാതെ വരുന്നു. ഞങ്ങൾക്ക് പിള്ളേർക്കും ഞങ്ങൾക്കും എല്ലാം റെസിഡൻസി സംബന്ധമായ പ്രശ്നങ്ങൾ വരുന്നു. അപ്പം ആ ഒരു സമയത്ത് ഫിനാൻഷ്യലായിട്ട് പ്രോബ്ലം വന്നു. അങ്ങനെയാണ് ഞാൻ ജോലിക്ക് വേണ്ടി അന്വേഷിക്കുന്നതും ജോലിയിൽ പ്രവേശിക്കുന്നതും. സോളി, ഇത്ര വലിയ ഒരു സഹനത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് സോളി രോഗാവസ്ഥയിലാകുന്നത്, അല്ലേ? ആ രോഗത്തിൻ്റെ ആരംഭഘട്ടത്തെക്കുറിച്ചൊന്ന് വിവരിക്കാമോ? പറയാം. അതായത് 2019 ഫെബ്രുവരി മാസം 14-ാം തീയതി മുതൽ ഏപ്രിൽ 2 വരെ ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു. അപ്പം അതിൽ ഒരു 3 ആഴ്ചയോളം വെൻറ്റിലേറ്ററിലായിരുന്നു, 2 ആഴ്ചയോളം എക്മോയിലായിരുന്നു. അപ്പോൾ അതിൽ വളരെ കുറച്ച് കാര്യങ്ങളെ എനിക്ക് ഓർമ്മയുള്ളൂ. ഹോസ്പിറ്റലിൽ 1 മാസത്തെ കാര്യങ്ങൾ എൻ്റെ ഓർമ്മയിലേ ഇല്ല. അപ്പം എനിക്കറിയാവുന്ന ഹോസ്പിറ്റലൈസ്ഡ് ആകുന്ന വരെയുള്ള കാര്യങ്ങൾ ഞാൻ ചേച്ചിയോട് പങ്കുവയ്ക്കാം. 2019 ഫെബ്രുവരി 14-ാം തീയതി രാത്രി നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് രാവിലെ വന്നപ്പോൾ എനിക്കൊരു പനി, ബ്രീതിങ് ഡിഫിക്കൽറ്റി, ചുമ ഇതെല്ലാം അനുഭവപ്പെടുകയാണ് ഉണ്ടായത്.
അങ്ങനെ അന്ന് രാവിലെ പനിക്കുന്നെന്ന് പറഞ്ഞ് സജിയോട് പറഞ്ഞപ്പോഴേ സജി പറഞ്ഞു നമുക്ക് ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട, നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നാലേ ഒരു കൺട്രോൾ കഴിച്ച് കിടക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ കിടന്നു. വൈകുന്നേരം എഴുന്നേറ്റിട്ടും പനി കുറയുന്നില്ലെന്ന് കണ്ടപ്പോൾ ഞങ്ങൾ അടുത്തുള്ള ഒരു പ്രൈവറ്റ് ക്ലിനിക്കിലേക്ക് പോവുകയാണ് ചെയ്തത്. അവിടെ ചെന്നു ഡോക്ടറെ കണ്ടു. ഡോക്ടർ ഒരു എക്സ്റേ എടുക്കാൻ പറഞ്ഞു. അങ്ങനെ എക്സ്റേ എടുത്ത് നോക്കിയപ്പോഴേക്കും ന്യൂമോണിയ ആണെന്ന് ഡയഗ്നോസ് ചെയ്തു. അപ്പം ഡോക്ടർ എന്നാൽ നമുക്ക് IV ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്യാം, നെബുലൈസേഷൻ, പനിക്കുള്ള ട്രിപ്പ് എല്ലാം ഇട്ട് ഞങ്ങളുടെ വീട്ടിലേക്ക് പറഞ്ഞു വിടുകയാണ് ചെയ്തത്. എന്നിട്ട് ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് വന്ന് കാണാൻ വേണ്ടി പറയുന്നു. അങ്ങനെ ഞങ്ങൾ പനി ഇതിനിടയ്ക്ക് ഈ 2 ദിവസത്തിനുള്ളിൽ പനി വന്നും പോയി ഇരിപ്പുണ്ട്. അപ്പോൾ 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ വൈകുന്നേരം ഡോക്ടറെ കാണാൻ വേണ്ടി പോവുകയാണ് ഹോസ്പിറ്റലിൽ. അവിടെ ഭയങ്കര തിരക്ക്. അവിടെ ഒരു 2 മണിക്കൂർ ഇരുന്നിട്ടും ഞങ്ങൾക്ക് ഡോക്ടറെ കാണാൻ വേണ്ടി സാധിക്കുന്നില്ല. അപ്പോൾ ഞാനപ്പം സജിയോട് പറയുന്ന ഒരു കാര്യം ചെയ്യാം, നമുക്ക് സിക്ക് ലീവിൻ്റെ ഫോം വാങ്ങിയിട്ട് തിരിച്ചു പോവാം, എനിക്കിവിടെ ഇരിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പോരാൻ വേണ്ടി തുടങ്ങുമ്പോഴേക്കും ഞങ്ങൾക്ക് അറിയാവുന്ന ഒരു സിസ്റ്ററിനെ കാണുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സിസ്റ്ററിനെ കണ്ടപ്പോഴേ സിസ്റ്ററിനോട് ഞങ്ങൾ പറഞ്ഞു ഡോക്ടറെ കാണാൻ പറ്റുന്നില്ല, ഭയങ്കര തിരക്കാണ്. സിസ്റ്റർ പോയിട്ട് ഡോക്ടറെ കണ്ടിട്ട് ഒരു സിക്ക് ലീവിൻ്റെ ഫോം വാങ്ങി തന്നെ ഞങ്ങൾ വീട്ടിൽ പൊക്കോളാമെന്ന് പറഞ്ഞു. അങ്ങനെ സിസ്റ്റർ ഉള്ളിൽ പോയി അങ്ങനെ ഡോക്ടറോട് പറഞ്ഞു ഇങ്ങനെ പോലെ കഴിഞ്ഞ ദിവസം വന്ന പേഷ്യൻ്റ് ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഡോക്ടർക്ക് പെട്ടെന്ന് ഞങ്ങളെ ഓർമ്മ വന്നു, ഞങ്ങൾ ഇച്ചിരി പരിചയമുള്ള ഡോക്ടറാണ്. അപ്പം ഡോക്ടർ പറഞ്ഞു ഒരു കാര്യം ചെയ്യുക, അവരോട് പോകരുതെന്ന് പറയും, എനിക്ക് എന്നെ കണ്ടിട്ട് പോയാൽ മതി, അവരോട് താഴെ പോയി കാഷ്വാലിറ്റി വെയിറ്റ് ചെയ്യാൻ പറയുന്നു. ഞാൻ 5 മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ താഴോട്ട് വരും, എന്നെ കണ്ടിട്ട് പോയാൽ മതി എന്ന് പറയുവാണ്. അങ്ങനെ ഞങ്ങൾ താഴെ കാഷ്വാലിറ്റി പോയി വെയിറ്റ് ചെയ്യുന്നു. ഡോക്ടർ 5 മിനിറ്റ് കൊണ്ട് താഴെ വരുന്നു. ഡോക്ടർ നോക്കുമ്പോഴേക്കും എനിക്ക് സാച്ചുറേഷൻ ലോ ആണ്, നന്നായിട്ട് പനിക്കുന്നുണ്ട്, ബ്രീതിങ് ഡിഫിക്കൽറ്റി ഉണ്ട്, എത്രയും പെട്ടെന്ന് അടുത്തുള്ള മിനിസ്ട്രി ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം ഇതുവരെയുള്ള കാര്യങ്ങളാണ് എൻ്റെ മെമ്മറിയിലുള്ളത്. ബാക്കിയുള്ള കാര്യങ്ങൾ എനിക്ക് തോന്നുന്നത് സജി പറയുന്നതായിരിക്കും ഉചിതം. സജി, അവിടെ നിന്നും പിന്നീട് എപ്പോഴാണ് നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയത്? അന്ന് രാത്രി ഞങ്ങൾ ഡോക്ടർ പറഞ്ഞ ഉടനെ തന്നെ നേരെ തിരിച്ചു വന്ന് എൻ്റെ ബ്രദേഴ്സിൻ്റെ വീട്ടിലാണ് ഞാൻ പോയത്. അവിടുന്ന് അനിയന്മാരുടെ ഭാര്യമാർ 2 പേരും നേഴ്സുമാരാണ്. അപ്പം ഞാൻ അവരോട് ഒന്ന് കൂടുതൽ പോകാമെന്ന് ചോദിച്ചു. കാരണം എനിക്ക് എൻ്റെ സിവിൽ ID ഒക്കെ എക്സ്പയർ ആയിരിക്കുന്നുണ്ടായിരുന്നു. രാത്രി കാലങ്ങളിൽ ചെക്കിങ് കൂടുതലുള്ളതുകൊണ്ട് ഞാൻ അവരോട് ഒന്ന് പോകാമെന്ന് ചോദിച്ചു. അവർ എഗ്രി ചെയ്ത് അങ്ങനെ അവരും മോളും കൂടെ ചേർന്നിട്ടാണ് രാത്രി ഏതാണ്ട് 11 മണി ആയപ്പോഴത്തേക്കും സോളിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാക്കിയത്. അന്ന് രാത്രി ഞാൻ പോയില്ല. പിറ്റേ ദിവസം രാവിലെ ഏതാണ്ട് 7 മണി ആയപ്പോഴത്തേക്കും ഞാൻ അവിടെ എത്തി. അപ്പോൾ എത്തിയപ്പോൾ അന്നേരം സാച്ചുറേഷൻ പ്രോബ്ലം ഉണ്ട്. എക്സ്റേയും മറ്റുള്ള ഡയഗ്നോസിസും കഴിഞ്ഞപ്പോഴത്തേക്കും ന്യൂമോണിയ ആണെന്നുള്ള കാര്യം സ്ഥിരീകരിച്ചു. ബാക്കിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ബ്ലഡ് ടെസ്റ്റിന് അയച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ ഏതാണ്ട് 9:30 ആയപ്പോഴത്തേക്കും ബ്ലഡ് ടെസ്റ്റിൻ്റെ റിസൾട്ട് വന്നു. ഇപ്പം ഡോക്ടർ പറഞ്ഞു H1N1 ആണ്, ഉടൻ തന്നെ ICUയിലേക്ക് ഷിഫ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഏതാണ്ട് 10 മണി ആയപ്പോഴത്തേക്കും ICUയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഏതാണ്ട് 2 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും ICU തന്നെ ഡോക്ടർ വിളിപ്പിച്ചു, താങ്കൾ ഉടനെ ഇവിടെ വരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ ചെന്നു. അകത്ത് നിന്ന് കഴിഞ്ഞും പറഞ്ഞു ഇദ്ദേഹത്തെ ഇൻറ്റുബേറ്റ് ചെയ്യണം, സോ വെന്റിലേറ്ററിലേക്ക് മാറ്റാൻ വേണ്ടി പോകണം, അതിന് വേണ്ടിയിട്ട് കൺസെൻറ്റ് വേണമെന്ന് പറയുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇപ്പം ഒരുപക്ഷെ ഇങ്ങനെ ചുമയുടെ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇത് ചെയ്യുന്നതായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഓൾറെഡി സൈൻ ചെയ്ത് കൊടുക്കുകയും ചെയ്തു. സൈൻ ചെയ്ത് കൊടുത്ത് പുറത്ത് വന്നു കഴിഞ്ഞ് ഞാൻ ICUവിൻ്റെ വിൻഡോയിൽ കൂടെ നോക്കുമ്പോഴത്തേക്കും നേരെ ഇപ്പുറത്തെ സൈഡ് വന്ന് ICUവിൻ്റെ വിൻഡോയിലേക്ക് നോക്കി കഴിയുമ്പോഴത്തേക്കും സോളി അവർ ഇത് ചെയ്യുന്നത് കണ്ടു, ഇൻറ്റുബേറ്റ് ചെയ്യുന്നത് കണ്ടു. ഏതാണ്ട് 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ സോളിക്ക് അനക്കമൊന്നുമില്ല. അപ്പം ഒരു ഇതായിട്ട് മയക്കത്തിൽ കിടക്കുകയാണെന്ന് ഞാൻ വിചാരിച്ചത്. അപ്പം ഞാൻ സിസ്റ്റർമാരോട് ഞാൻ പിന്നെ ചോദിച്ചു, എന്നിട്ട് പറഞ്ഞാൽ മയങ്ങി കിടക്കുകയാണ്, ഇപ്പം ഒന്നും അറിയാൻ വേണ്ടി പറ്റില്ല എന്ന് പറഞ്ഞു. വൈകുന്നേരം വരുമ്പോഴും സെയിം സിറ്റുവേഷനാണ്. അപ്പോഴത്തേക്ക് എനിക്ക് ആ ഒരു വിഷമമായി. കാരണം ഇത്രയും നാൾ ഒരുമിച്ച് അവിടെ എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു. ആ സമയത്ത് സോളിയുടെ ഇപ്പോൾ ഒരു അനക്കമില്ല, ഒരു ഇതുമില്ല. ഞാൻ വിളിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട് അതിൻ്റെ ഫോണിൻ്റെ അകത്തൂടെ, പക്ഷെ പിന്നെ ഒരു റെസ്പോൺസും ഇല്ലാതിരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ ഉടനെ തന്നെ ഞാൻ എൻ്റെ ചേച്ചീനെ വിളിച്ചു. എൻ്റെ ചേച്ചിയില്ല, സോളിയുടെ ചേച്ചീനെ, ഷാർജയിൽ ജോലി ചെയ്യുന്ന മിൻചേച്ചി വിളിക്കുന്നു. മിൻചേച്ചി വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പം മിൻചേച്ചിക്ക് മനസ്സിലായത് ഇത്തിരി ക്രിട്ടിക്കലായിട്ടുള്ള കാര്യങ്ങളാണ്. ചേച്ചി ഉടനെ തന്നെ അവിടുത്തെ നഴ്സസ് മിനിസ്ട്രിയായിട്ട് ബന്ധപ്പെട്ടു. അവിടുന്ന് അവർ കുവൈറ്റിലെ നഴ്സസ് മിനിസ്ട്രിയായിട്ട് ബന്ധപ്പെടുകയും അവരോട് സംസാരിക്കുകയും അങ്ങനെ അവർ തമ്മിൽ കൂടുതൽ ഒരു ബന്ധം വന്നതുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ കുറച്ചുകൂടി ഈസിയായി. ചേച്ചി കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റി. എന്നെ സംബന്ധിച്ചോളം ഡോക്ടർ പറഞ്ഞത് 2 ദിവസത്തിനുള്ളിൽ ഹെൽത്തി ആയിട്ടുള്ള ഒരാളാണ്, 2 ദിവസത്തിനുള്ളിൽ വീട്ടിൽ കൊണ്ടുപോകാം എന്നുള്ള തീരുമാനത്തിലാണ് ഞാൻ നിൽക്കുന്നത്. മോളുടെ 10ാം ക്ലാസ്സിലെ എക്സാം നടന്നുകൊണ്ടിരിക്കുന്നു. മൂത്ത മോളുടെ നാട്ടിലെ 3ാമത്തെ എക്സാം നടന്നുകൊണ്ടിരിക്കുന്നു. അതിനേക്കാളും കൂടുതൽ എനിക്കൊരു വണ്ടിയില്ല എവിടെയും പോകാൻ വേണ്ടിയിട്ട്. എനിക്ക് ഒരു സിവിൽ ID എനിക്കന്ന് റെസിഡൻസ് ഇല്ല.
എങ്ങോട്ടും പോകാൻ വേണ്ടി പറ്റത്തില്ല. അപ്പോൾ എല്ലാ ദിവസവും ഈ റൂട്ടീൻസ് എല്ലാം കൂടെ കൊണ്ടു നടക്കാൻ വേണ്ടി ബുദ്ധിമുട്ടായി. എനിക്കാണെങ്കിൽ 2 ദിവസം കഴിഞ്ഞിട്ട് ഒരു വ്യത്യാസം വരാതെ ഇപ്പോൾ എനിക്കാകെ പേടിയായി. അപ്പോഴത്തേക്കും ചേച്ചി എന്നോട് വിളിച്ച് പറഞ്ഞു, എനിക്ക് വചനം തന്നു. മരുന്നോ ലേപനോ ഔഷധമോ അല്ല, എല്ലാവരെയും സുഖപ്പെടുത്തുന്ന കർത്താവിൻ്റെ വചനമാണ് അവർ സുഖപ്പെടുത്തിയത്. ഞാനത് സോളിക്ക് ഫോണിൽ കൂടെ പറഞ്ഞു കൊടുക്കുമായിരുന്നു. അപ്പം എല്ലാ ദിവസവും ചെല്ലുമ്പോഴത്തേക്ക് അതുപോലെ ഞങ്ങൾ കുരിശ് വരച്ച് കൊടുക്കും. ഇത് അവരോട് ഇങ്ങനെ ഈ ഫോണിൻ്റെ അകത്ത് ഇൻ്റർകോമിൻ്റെ അകത്ത് സംസാരിച്ച് കൊടുക്കുകയും പറയുകയൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കൂടെ കൊണ്ടു നടക്കാൻ വേണ്ടി പറ്റുന്നില്ല. എനിക്കറിയില്ല എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ട കാര്യങ്ങൾ, എങ്ങനെയാണ് കൊണ്ടു നടക്കേണ്ടത്. ആ സമയത്താണ് എനിക്ക് നഴ്സിംഗ് മിനിസ്ട്രി എന്നുള്ള ആൾക്കാരെല്ലാവരും വരുന്നതും വീട്ടിൽ വരുന്നതും പ്രാർത്ഥിക്കുന്നതും അതുപോലെ തന്നെ വൈകുന്നേരങ്ങളിൽ ICUവിന് പുറത്ത് നിന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി വരികയും കൂടുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഏതാണ്ട് 10 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും ഒരു വ്യത്യാസവും ഇല്ല. എനിക്ക് ആകെ ബുദ്ധിമുട്ടായി, വിഷമങ്ങളായി. അപ്പോൾ അങ്ങനെ എനിക്ക് ഒരു ദിവസം എന്നോട് ഡോക്ടർ വിളിച്ചിട്ട് പറഞ്ഞു, ഈ പേഷ്യൻറ്റിന് എക്മോയിലേക്ക് മാറ്റണം. കാരണം അവരുടെ ശ്വാസകോശം കൂടുതലായിട്ട് വർക്ക് ചെയ്യുന്നു, ഹാർട്ട് വർക്ക് ചെയ്യുന്നു, അതൊരു ഫെയിലിയർ സിറ്റുവേഷനിലേക്ക് പോവുകയാണ്. എക്മോ ചെയ്തിട്ട് ഇത് രണ്ടും ബൈപ്പാസ് ചെയ്യണമെന്ന് പറയുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ച് എനിക്കറിയുന്നില്ല. ഡോക്ടർ അകത്ത് കൊണ്ട് അതിനെക്കുറിച്ച് സംസാരിച്ചു, ഇതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പറഞ്ഞ് അവിടെ വെച്ച് തന്നെ എൻ്റെ കയ്യിൽ നിന്ന് കൺസെൻറ്റ് വാങ്ങുകയാണ്. അന്നേരം ഡോക്ടർ എന്നോട് പറഞ്ഞാൽ ഇത് ചെയ്ത് 2 ദിവസങ്ങളിൽ നമുക്ക് മാറും എന്നുള്ളതാണ്. പക്ഷേ ഈ ദിവസം ഒരു അനക്കമില്ലാതെ ഇത്രയും ദിവസം കിടക്കുന്നത് ഞാൻ കാണുവാണ്. എനിക്കൊന്നും ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. അപ്പോൾ ഒരാഴ്ച വെന്റിലേറ്ററിൽ കിടന്നു, അതിനുശേഷം വീണ്ടും ഒരാഴ്ച എക്മോയിൽ കിടക്കുന്നു, എന്നിട്ടും മാറ്റമൊന്നുമില്ല. കൂദാശകൾ സോളിയുടെ സൗഖ്യത്തിൽ ഒത്തിരി പങ്ക് വഹിച്ചു എന്നൊരിക്കൽ സജി എന്നോട് പറയുകയുണ്ടായി. ആ കൂദാശകളുടെ പ്രാധാന്യത്തെക്കുറിച്ച് ഒന്ന് പറയാമോ? ഈ ഇത്രയും ദിവസം എക്മോയിൽ കിടന്നു, അത് ഏകദേശം 10-18 ദിവസത്തോളമായി, ഒരു വ്യത്യാസമില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ എൻ്റെ മമ്മിയോട് സംസാരിച്ചു. അപ്പോൾ മമ്മി പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യുക, നിങ്ങൾ പോയിട്ട് രോഗിലേപനം കൊടുക്കുക അവൾക്ക്. അപ്പം രോഗിലേപനം എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മളെല്ലാം വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ഒരാൾ മരിക്കാൻ കിടക്കുന്ന ഒരാൾക്ക് കൊണ്ടുപോയി ലാസ്റ്റ് കൊടുക്കുന്നൊരു ഇതായിട്ടാണ്. പക്ഷേ എൻ്റെ അമ്മേനോട് പറയണം, നീ കൊണ്ടേ കൊടുക്കും അവിടെ, ശരിയാകും, അവൾ ഒരു പ്രശ്നമില്ലാതെ എണീറ്റ് വരുമെന്ന് പറയുന്നു. അങ്ങനെ ഞാൻ എൻ്റെ സഹോദരന്മാരോട് പറഞ്ഞു. ഞാനും എൻ്റെ മോളും അതുപോലെ തന്നെ എൻ്റെ സഹോദരന്മാരും അവരുടെ കുടുംബത്തിലുള്ള എല്ലാവരും ചേർന്ന് ഞങ്ങൾ നന്നായി ഒരുങ്ങി അച്ഛനെ വിളിച്ച് കുംസാരിച്ച് വൈകുന്നേരം ഞങ്ങൾ പോയിട്ട് കുർബാന കഴിക്കുന്നുണ്ട്. അന്ന് വൈകുന്നേരം രാത്രി കഴിച്ചപ്പോഴത്തേക്ക് ഞങ്ങൾ കൊണ്ടുപോയി രോഗിലേപനം കൊടുത്തു. രോഗിലേപനം കൊടുത്ത് ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നെ അവിടുന്ന് വിളിച്ച് പറഞ്ഞു, സാച്ചുറേഷൻ ബെറ്ററായിട്ടുണ്ട്. അതിനുശേഷം ഏതാണ്ട് ഒരു 3-4 ദിവസത്തേക്ക് കണ്ടിന്യൂ ആയിട്ട് സാച്ചുറേഷൻ മേലേക്ക് വന്നു. അങ്ങനെ വന്ന് മാർച്ച് 6-ാം തീയതി രാവിലെ ഡോക്ടറിനെ വിളിച്ച് പറഞ്ഞു, നമുക്ക് എക്മോ റിമൂവ് ചെയ്യാം. അടുത്ത ദിവസം വീണ്ടും വെന്റിലേറ്ററിൽ നിന്ന് മാറ്റി കഴിഞ്ഞപ്പോഴത്തേക്കും 2 ദിവസം കഴിയുമ്പോൾ വീണ്ടും ചെസ്റ്റിൻ്റെ അകത്ത് പ്രോബ്ലമായിട്ട് ട്രക്കിയോസ്റ്റമി ചെയ്യണമെന്ന് പറഞ്ഞു. ട്രക്കിയോസ്റ്റമി ചെയ്തു. ട്രക്കിയോസ്റ്റമി ചെയ്യുന്ന ആ ഒരു ദിവസങ്ങളിലാണ് സോളിക്ക് ഏകദേശം ബോധം വരുന്നത്. അതായത് എവിടെയാണെന്നുള്ളത് ഞങ്ങൾ സംസാരിച്ചാൽ ആരാണെന്നെന്തോ മനസ്സിലാകുന്നത്. അതുവരെ ഒരു ജീവശവമായിട്ട് കിടക്കുന്ന ആളെ കണ്ടത് ഞാൻ അന്നേരമാണ് മനസ്സിലാക്കുന്നത് എത്രമാത്രം ദൈവം എന്നെ ആ ഒരു സിറ്റുവേഷനിൽ എന്നെ എനിക്ക് കൈ തന്നു, എൻ്റെ കൂട്ടത്തിൽ നിന്നു എന്നുള്ളത്. കാരണം പലരും എൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഞാൻ ICUവിൻ്റെ ഇപ്പുറത്ത് നിൽക്കുന്ന ഏതാണ്ട് 6 പേര് ഇതേ രോഗം ബാധിച്ചിട്ട് അസുഖത്തിന് കീഴടങ്ങി അവരെ അവിടുന്ന് കൊണ്ടുപോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഞാനിപ്പം വിശ്വസിക്കുന്നു ദൈവമാണ് എനിക്ക് തിരിച്ചു തന്നതെന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ ഏപ്രിൽ 2-ാം തീയതി ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി വീട്ടിലേക്ക് വന്നു. സോളി ഏകദേശം എത്ര ദിവസം അബോധാവസ്ഥയിലായിരുന്നു? പിന്നീട് ഓർമ്മ വന്നപ്പോൾ എന്തായിരുന്നു സോളി കേട്ടത് അല്ലെങ്കിൽ ഓർമ്മയിലേക്ക് വന്നത്? ചേച്ചി, ഞാൻ ഫെബ്രുവരി 16 മുതൽ മാർച്ച് 16 വരെ കറക്റ്റ് 1 മാസം ഞാൻ അബോധാവസ്ഥയിലായിരുന്നു. 4 ആഴ്ച കഴിഞ്ഞ് ഒരു 5-ാമത്തെ ആഴ്ചയുടെ ആദ്യമൊക്കെയാണ് എനിക്ക് പതുക്കെ ഓർമ്മ തിരിച്ച് കിട്ടുന്നത്. ആ ഓർമ്മ തിരിച്ച് കിട്ടുമ്പോൾ ഞാൻ വെന്റിലേറ്ററിലാണെന്ന് എനിക്കറിയാം, ട്രക്കിയോസ്റ്റമി ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയാം. സിസ്റ്റർമാർ എൻ്റെ അപ്പുറത്തുനിന്ന് പറയുന്നത് എനിക്ക് കേൾക്കാം, ചേച്ചി ഒരു മിറക്കിളാണ്, സാക്ഷ്യം പറയണം, രോഗീലേപനത്തിൻ്റെ സൗഖ്യം ഞങ്ങളൂടെ അറിഞ്ഞത് ചേച്ചിയിലൂടെയാണ് എന്നൊക്കെ എന്നോട് പറയുന്നുണ്ട്. അപ്പം എനിക്ക് പക്ഷേ കാര്യങ്ങളെക്കുറിച്ച് വളരെ ബോധ്യമൊന്നും വന്നില്ല, എനിക്കറിയത്തില്ല. കാരണം പല കാര്യങ്ങളും ഇങ്ങനെ ഞാൻ ജസ്റ്റ് കേട്ടു പോകുന്നതേ ഉള്ളൂ.
പക്ഷേ എന്നെ വാർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് കാര്യങ്ങളെക്കുറിച്ച് കുറച്ചുകൂടെയൊക്കെ ബോധ്യം വന്നു. ഓരോരുത്തർ വരുന്നവരും പോകുന്നവരും എല്ലാം ഇന്ന പ്രൊസീജിയറുകളിൽ കൂടി ചെയ്ത് കടന്നു പോയി എന്ന് പറഞ്ഞപ്പോഴേക്കും എനിക്ക് കുറച്ചുകൂടെ കാര്യങ്ങളെക്കുറിച്ച് ബോധ്യം വന്നു. പിന്നെ ഡിസ്ചാർജ് ആയി വീട്ടിൽ വന്നു കഴിഞ്ഞ് അനിയത്തി സ്വപ്ന വന്നിട്ട് എനിക്ക് എന്നെ ഓരോ ദിവസത്തെ കാര്യങ്ങളും വീഡിയോയും ഫോട്ടോയും സഹിതം കാണിച്ച് എന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് എല്ലാ കാര്യങ്ങളും നന്നായിട്ട് വ്യക്തമായിട്ട് എനിക്ക് മനസ്സിലായത്. സജി, കാനായിലെ കല്യാണ വിരുന്നിലെ കുറവ് മാതാവ് പരിഹരിച്ചു. അതുപോലെ ഈ സഹനത്തിൻ്റെ കാലഘട്ടത്തിൽ സജിക്ക് മാതാവിൻ്റെ ഒരു പ്രത്യേക ഇടപെടൽ അല്ലെങ്കിൽ ഒരു അനുഭവം ഉണ്ടായി എന്നൊരിക്കൽ പറയുകയുണ്ടായി. അതൊന്ന് പറയാമോ? സോളി വാർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് 2ാമത്തെ ദിവസം എൻ്റെ മോൻ നാട്ടിൽ നിന്ന് വന്ന് രാവിലെ. അപ്പം അവനെ വന്നിട്ട് കാണാൻ വേണ്ടി പറ്റില്ല. അവൻ ബസ് ഇറങ്ങിയിട്ട് വരുന്നതിന് മുമ്പ് ഞാൻ രാവിലെ എൻ്റെ റെസിഡൻസി റെഡിയാക്കാൻ വേണ്ടിയിട്ട് കോർട്ടിൽ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ രാവിലെ കോർട്ടിലേക്ക് പോയി. അവിടെ പോയി ജഡ്ജിയുടെ മുമ്പിൽ ഹാജരായി. അവിടുന്ന് ജഡ്ജി കാര്യങ്ങളെല്ലാം കേട്ടറിഞ്ഞ് എൻ്റെ ഡീറ്റെയിൽ എല്ലാ കാര്യങ്ങളും എടുത്തു കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, ഈ പേപ്പർ കൊണ്ടുപോയി നിങ്ങളുടെ ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കൊടുത്ത് അവിടുന്ന് അവരുടെ ഒരു അറ്റസ്റ്റേഷൻ ഇതിൻ്റെ മേലെ വേണം, പിന്നെ ഒരു ലെറ്ററും കൂടെ വേണം, അത് മേടിച്ചിട്ട് നാളെ രാവിലെ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് തരണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. ഞാനതുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞിട്ട് അവർ പേപ്പർ മേടിച്ചു. അവിടെ ഉണ്ടായിരുന്ന മെയിൻ ഒരു ഓഫീസർ പേപ്പറൊക്കെ മേടിച്ച് അയാൾ പേപ്പറും കാര്യങ്ങളും എല്ലാം സൈൻ ചെയ്ത് തന്നു. അതുകൂടെ അതിൻ്റെ കൂടുതൽ വേറൊരു പേപ്പറും കൂടെ സബ്മിറ്റ് ചെയ്യാനുണ്ടായിരുന്നു, അതും തന്നു. അതിനുശേഷം ഒരു പോലീസുകാരൻ വന്നിട്ട് എൻ്റെ ID തരാൻ വേണ്ടി പറഞ്ഞു. മേടിച്ചിട്ട് ഇയാൾ കൊണ്ടുപോയിട്ട് ഫ്രണ്ട് ഡെസ്കിൽ കൊണ്ടുപോയി കൊടുത്തു. എന്നോട് പറഞ്ഞു, നീ പോകാൻ നേരത്ത് ഇത് മേടിച്ചിട്ട് പോയിക്കൊള്ളാൻ വേണ്ടി പറഞ്ഞു. ഞാൻ അങ്ങനെ പോകാൻ നേരത്ത് ഏതാണ്ടൊരു 1:30 മണിയായിക്കാണ് ഞാനതവിടെ പോയി ഈ റെസിഡൻസിന് കൊണ്ടുപോയി കൊടുത്തു കഴിയുമ്പോഴത്തേക്കും അയാൾ എന്നോട് പറഞ്ഞു, നീ അകത്തേക്ക് കയറിയാന്ന് പറഞ്ഞു. അപ്പോൾ അകത്തൊരു ചെറിയൊരു റൂമുണ്ട്, അതിൻ്റെ അകത്ത് അവിടെ ഇരിക്കാൻ വേണ്ടി പറഞ്ഞു. ഞാൻ അവിടെ ഇരുന്നൊരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് അയാൾ പറഞ്ഞു, മൊബൈൽ ഫോൺ പേഴ്സ് താന്ന് പറഞ്ഞു. എൻ്റെ ദേഹത്തുള്ള മെറ്റലുകളും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ ഇത് എല്ലാ വിവരം കൊണ്ട് മേടിച്ചെടുത്തു. അപ്പോഴെനിക്ക് മനസ്സിലായി ഞാൻ ഇതിൻ്റെ അകത്ത് പെട്ടു എന്നുള്ളത്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു വാന്ന് പറഞ്ഞിട്ട് അയാൾ എന്നെ കൊണ്ട് കോറിഡോറിലൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ്. അപ്പോൾ എല്ലാവരും എന്നെ നോക്കുന്നുണ്ട്. ഞാനിങ്ങനെ പോയി അങ്ങോട്ട് ചെന്നപ്പോഴേ ഞാൻ മനസ്സിലായി ഞാൻ ട്രാപ്പിൻ്റെ അകത്തായി. കാരണം ഇവരെന്നെ റെസിഡൻസി തീർന്നുകൊണ്ട് പിടിച്ചകത്തിടുകയാണ്. അതൊരു വ്യാഴാഴ്ച വൈകുന്നേരമാണ്. എൻ്റെ സ്പോൺസറില്ല, സ്ഥലത്തില്ല. ഞാൻ ഇതിനകത്തുണ്ട് അല്ലെങ്കിൽ ഞാൻ പോലീസ് സ്റ്റേഷനിൽ ഉണ്ടെന്ന് അറിയാവുന്ന ഒരു വ്യക്തി പോലും ഇല്ല. കാരണം ഞാൻ രാവിലെ കോർട്ടിൽ പോയതാണ്, ഞാൻ ഇവിടെ വരേണ്ട ഒരു ആവശ്യമില്ല, അറിയിക്കാൻ വേണ്ടി ഫോണോ കാര്യങ്ങളോ ഇല്ല. അപ്പം ഞാൻ അകത്തേക്കാണ് പോകുന്ന സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ എൻ്റെ കൊന്തൽ ഞാൻ ഇങ്ങനെ പിടിച്ചിട്ടാണ് പറയുന്നത്, മാതാവേ നീ അല്ലാതെ വേറെ ആരും ഇതിൻ്റെ അകത്ത് നിന്ന് ഇറക്കി വിടില്ല. സോളി ഹോസ്പിറ്റലിൽ കിടപ്പുണ്ട്, ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കണം. മോൻ വന്നിട്ടുണ്ട്, പിള്ളേർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തിട്ടില്ല. ഇവിടെ വൈകുന്നേരം ചെന്നിട്ടുണ്ട്, എന്താ സംഭവിക്കുന്നതെന്ന് അറിയത്തില്ല, ഒന്നുമില്ല. നീ അല്ലാതെ വേറെ ആരും ഉണ്ടില്ല എന്നെ ഇവിടെ നിന്ന് ഇറക്കാൻ. ഞാൻ വിശ്വസിക്കുന്നത് നീ ഇറക്കും എന്നുള്ളത് എന്ന് പറഞ്ഞിട്ട് ഞാൻ അകത്തേക്ക് കയറിച്ചില്ലാണ്. അകത്ത് കയറി ചെന്ന് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ അകത്തൊരു 10-30 പേര് കിടപ്പുണ്ട്. ഇതിൻ്റെ അകത്ത് എനിക്ക് കാലുകുത്താൻ പോലും ഇടയില്ല. ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു, എന്നെ ഇറക്കി വിടണം. എനിക്കറിയാവുന്ന പോലെ ഞാൻ പറഞ്ഞു, വേറെ ആരും ഇറക്കി വിടാൻ വേണ്ടിയില്ല, ഇറക്കി വിട്ടണമെന്ന് പറഞ്ഞു. ഞാനങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഏതാണ്ട് ഒരു 4:30 മണിയായപ്പോൾ കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ പേര് പുറത്ത് വിളിച്ചിങ്ങനെ ഒച്ച പറയുന്നുണ്ട്, ആൾക്കാർ വിളിക്കുന്നുണ്ട്. അപ്പം അറബി വിളിക്കുകയാണ്, സജീവ് ജോർജ് എന്ന് പറഞ്ഞ് ഒച്ച ഉണ്ടാക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു അവിടെ വർക്ക് ചെയ്യുന്നൊരു പയ്യൻ വന്നിട്ട് ഇതെല്ലാം അടിച്ചിട്ട് പറഞ്ഞു, ആരാ സജീവ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാനെന്ന് പറഞ്ഞു. ഇറങ്ങി വാന്ന് പറഞ്ഞു. അയാൾ എന്നെ ഇറക്കിക്കൊണ്ട് ഇങ്ങനെ പുറത്തേക്ക് വന്നു കഴിയുമ്പോൾ അയാൾ പറയുകയാണ്, നീ ഇറങ്ങിപ്പോ, നീ വേഗം പോകുന്നു. ഞാൻ ചോദിച്ചു എന്താ കാര്യം, എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞു. ഈ പോലീസിൻ്റെ എൻ്റെ ഡെസ്കിൻ്റെ അടുത്ത് നിന്ന് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു എൻ്റെ ID-യും പേഴ്സും ഒക്കെ വേണം തരാൻ വേണ്ടി പറഞ്ഞു. അപ്പോഴും അയാൾ പറഞ്ഞു നീ ഇറങ്ങി പോകാനാണ് പറഞ്ഞത്. അയാൾ അവിടെ നിർത്തുന്നില്ല, എന്നെ തരുന്നില്ല. ഞാൻ അവിടെ നിന്ന് നിർബന്ധിച്ച് കഴിഞ്ഞപ്പോൾ അയാൾ ആ ഫോണും ഇതെല്ലാം കൂടെ എനിക്ക് കൊണ്ടുവന്ന് അങ്ങോട്ട് കയ്യിലേക്ക് തന്നിട്ട് പറഞ്ഞു, എള്ള റോ എന്ന് പറഞ്ഞിട്ട് ഓടിക്കുകയാണ്. ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഓടി റോഡിൻ്റെ അപ്പുറത്ത് ചെന്നപ്പോൾ ഒരു ടാക്സി വരുന്നു. ഞാൻ ടാക്സിക്കകത്ത് ഓടി ചാടി കയറി. ടാക്സിക്കകത്ത് കയറിയിട്ട് ഞാൻ കയറിയ പാടെ എനിക്ക് ഫോൺ വരുവാണ്. ഞാൻ അപ്പം ഫോൺ എടുക്കാൻ നോക്കുമ്പോൾ ഫോൺ പൊട്ടിയിരിക്കുകയാണ്, അതുകൊണ്ട് എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ 2-3 കോൾ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു രീതിയിൽ അതിനെ ബെൻഡാക്കി റെഡിയാക്കി ഞാൻ ഫോൺ അറ്റൻഡ് ചെയ്തപ്പോൾ എന്നോട് ചോദിച്ചു, സജീവല്ലേ എന്ന് വെച്ചു. അതേന്ന് പറഞ്ഞു. നീ എവിടെയുള്ളത്? ഞാൻ പറഞ്ഞു ടാക്സിയിലുള്ളത്. അപ്പം നീ പോലീസ് സ്റ്റേഷനിലല്ലേ? അപ്പോൾ എനിക്ക് പേടിയായി ഇതാരാന്നുള്ളത്. അപ്പോൾ എനിക്കറിയത്തുമില്ല, നമ്പറൊന്നും കാര്യങ്ങളൊന്നും കാണുന്നുമില്ല, അപ്പോൾ ആരാന്നുള്ളത് എനിക്കറിയത്തില്ല. അപ്പം ഞാൻ ചോദിച്ചത് ആരാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നിനക്ക് എന്നെ അറിയത്തില്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല, എൻ്റെ ഫോൺ ഡിസ്പ്ലേ കേടായിരിക്കും, അതുകൊണ്ട് എനിക്കറിയത്തില്ല എന്ന്. അപ്പം അദ്ദേഹം പറയുകയാണ്, നീ ഇന്ന് രാവിലെ എൻ്റെ അടുത്ത് വന്നിരുന്നു, ഞാൻ ഇവിടുത്തെ ജഡ്ജാണ്, ഞാൻ രാവിലെ പോയിരുന്ന കുവൈറ്റി ജഡ്ജ്. അയാൾ ഈ സമയത്ത് വിളിച്ച് ചോദിച്ചിരിക്കുന്നു. അപ്പം എന്നിട്ട് അയാൾ പറയുകയാണ്, നിന്നെ വിളിച്ചിട്ട് കിട്ടാത്തതുകൊണ്ട് ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് നോക്കിയപ്പോൾ അവരവിടെ നിന്ന് പറഞ്ഞു നീ ഓൾറെഡി ജയിലിൻ്റെ അകത്തുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ നാളെ ഹാജരാക്കാൻ പറഞ്ഞ ആളെ നിങ്ങളെന്തിനെ പിടിച്ച് വെച്ച് നിൽക്കുന്നത്, ഇറക്കി വിടാൻ വേണ്ടി പറഞ്ഞു.
എന്നെ അറിയത്തില്ലാത്തൊരു കുവൈറ്റി അന്ന് രാവിലെ മാത്രം കണ്ട ഒരാൾ, എൻ്റെ കയ്യിലൊരു ഫോൺ നമ്പർ മാത്രമേ ഉള്ളൂ. അയാൾ രാവിലെ എൻ്റെ അടുത്ത് മേടിച്ച് ആ ഒരു ഫോൺ നമ്പറിൽ ഈ 4:30 വിളിച്ച് പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറയണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടാഞ്ഞിട്ട് ആ പോലീസ് സ്റ്റേഷനിലെ ഫോണിൽ വിളിച്ച് ചോദിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ അമ്മയല്ലാതെ വേറെ ആരും ആയിരിക്കില്ല ആ മനസ്സിൽ മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നത്. ഞാൻ വിശ്വസിക്കുന്നു അമ്മ എൻ്റെ ഒപ്പത്തിൽ നിന്നും ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ ആ 2.5 മണിക്കൂർ നേരം സജി ആ മുറിക്കുള്ളിലിരുന്നപ്പോൾ ആ കൊന്തയെ മുറുകെ പിടിച്ച് അമ്മേ നീ മാത്രമേ ആശ്രയമുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അത് ആ ജഡ്ജിയിലൂടെ മാതാവ് ഇടപെട്ടു എന്ന് സജി പൂർണ്ണമായും വിശ്വസിക്കുന്നു അല്ലേ? തീർച്ചയായിട്ടും. സോളി, ലാസറിനെ ഉയർപ്പിച്ചതുപോലെ കർത്താവ് ഉയർപ്പിച്ച ഒരു വ്യക്തിയാണ് ഇന്ന് സോളി. സോളി ഇന്ന് ഞങ്ങൾക്ക് മുൻപിൽ വളരെ ഊർജ്ജസ്വലതയോടുകൂടി തേജസ്സോടുകൂടി ഇരിക്കുമ്പോൾ രണ്ടാം ജന്മം എന്ന് തന്നെ പറയാം. ഇപ്പം ഈശോ തന്ന ഈ രണ്ടാം ജന്മത്ത് ഈശോയ്ക്ക് വേണ്ടി എന്തൊക്കെ തീരുമാനങ്ങളാണ് സോളി എടുത്തിരിക്കുന്നത്? ഈശോയോട് എനിക്കൊരു നല്ലൊരു പേഴ്സണൽ റിലേഷൻഷിപ്പ്, നല്ലൊരു വ്യക്തിബന്ധം ഉണ്ടായി. കാരണം എല്ലാ കാര്യത്തിനും എൻ്റെ അടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ട് ഈശോ ഇപ്പോൾ എൻ്റെ കൂടെയുണ്ട്. അത് പ്രാർത്ഥനയിലൂടെ എനിക്ക് സാധിച്ചിട്ടുണ്ട്. കാരണം എപ്പോഴും എന്ത് കാര്യത്തിനും ഈശോ എന്നൊരു വ്യക്തി എന്നെ സഹായിക്കും എന്നൊരു ബോധ്യം എനിക്ക് വന്നിട്ടുണ്ട്. ഇതിനു മുൻപും സോളി അങ്ങനെ തന്നെ ആയിരുന്നു? ഇതിനു മുൻപും അങ്ങനെ ആയിരുന്നോ എന്ന് ചോദിച്ചാൽ നമ്മളൊരു സാധാരണ ക്രിസ്ത്യാനി, സാധാരണ ഞായറാഴ്ച പള്ളിയിൽ പോവും, എല്ലാ ദിവസവും കൊന്തയിൽ എത്തിക്കുന്നുണ്ട്. എങ്കിലും ഒരു ആഴമേറിയ ഒരു ബന്ധം ഇതിന് ശേഷമാണ് എനിക്കുണ്ടായത് ഈശോയായിട്ട്. പിന്നെ ഈശോനോട് കരുണ കാണിച്ചു. ആ കരുണ എൻ്റെ മുന്നിൽ വരുന്ന രോഗികളോട് എനിക്കത് എൻ്റെ ടെസ്റ്റിമണി അവർക്ക് പകർന്നു കൊടുക്കാനും ആ ഈശോയുടെ കരുണ അവരിലേക്ക് പകരപ്പെടാനും എനിക്ക് സാധിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നത് നമ്മുടെ ഇടവക തലത്തിലുള്ള ഒരു കൂട്ടായ്മയോട് ചേർന്ന് നിൽക്കുന്നത് എപ്പോഴും നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇവിടെ പ്രത്യേകിച്ച് ഇപ്പം ഞാൻ നഴ്സസ് മിനിസ്ട്രി ആയിട്ട് ഒത്തിരി അടുത്ത് നിൽക്കുന്നു. അവരുടെ എല്ലാ പ്രാർത്ഥനകളിലും എല്ലാം വളരെ എനിക്ക് പങ്കെടുക്കാനും എല്ലാം നന്നായിട്ട് സാധിക്കുന്നുണ്ട്. സജി, വേദനകൾ ഒന്നൊന്നായി സജിയുടെ ഹൃദയത്തെ തല്ലിച്ചതച്ച് കീറി എന്ന് തന്നെ പറയാം. സഹനം എന്ന 3 അക്ഷരം യഥാർത്ഥമായും അനുഭവിച്ചു സജി, അല്ലേ? ഈ ഒരു സഹന സമയത്ത് ദൈവം എന്തൊക്കെ ഉൾക്കാഴ്ചകളാണ് സജിക്ക് സമ്മാനിച്ചത്? ഒരു കത്തോലിക്കൻ്റെ ജീവിതത്തിൽ കൂദാശകൾക്കുള്ള പ്രാധാന്യം അത് ഞാൻ ഏറ്റവും അധികം മനസ്സിലാക്കിയത് ഈ കാര്യത്തിലാണ്. പ്രത്യേകിച്ചും സോളിക്ക് ഞങ്ങൾ രോഗിലേപനം കൊടുക്കുന്നതിന് മുമ്പ് എല്ലാവരും ഒരുമിച്ച് പോയി സംസാരിച്ച് കുർബാന കൈക്കൊണ്ട് ഒരേ മനസ്സിലൂടെ രോഗിലേപനം കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ഉണ്ടായൊരു വ്യത്യാസം, ഈ 88 നിന്ന് 94 സാച്ചുറേഷൻ കയറാമെങ്കിൽ കർത്താവിന് ഒന്നും കഴിയാത്തതായിട്ടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുക. മൂന്നാമത് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. ഈ നിമിഷം വരെ ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും നടക്കും എന്ന വിശ്വാസത്തോടെ നടക്കുന്നു. അത് നടന്നിട്ടുണ്ടെന്നുള്ളത് എനിക്കറിയാം. അത് കൃത്യമായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. സജി പറയുന്നത് സോളി യാതൊരു ചലനവുമില്ലാതെ, ഒരു ബോധപൂർവമുള്ള ഒരു റെസ്പോൺസും ഇല്ലാതെ വെൻറ്റിലേറ്ററിലും എക്മോയിലും ഒക്കെ കിടക്കുന്ന സാഹചര്യത്തിൽ ആശുപത്രിയിൽ നിന്ന് ഒരു ദിവസം കണ്ടിട്ട് പോരുന്ന വഴി സജി ഇങ്ങനെ പറയുകയുണ്ടായി, തീർച്ചയായും എൻ്റെ ജീവിതത്തിലേക്ക് എൻ്റെ കൈ പിടിച്ചു നടന്നു വന്ന സോളി ജീവൻ പ്രാപിച്ച് എൻ്റെ ഭവനത്തിലേക്ക് എൻ്റെ കൈ പിടിച്ച് തന്നെ തിരിച്ചു വരും എന്ന് വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടി സജി പറയുന്നത് ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നു ഇപ്പോൾ. 49:10 ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടിയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിൻ്റെ ദൈവം. എൻ്റെ വിജയകരമായ വലതുകരം നിന്നെ സഹായിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യും. ഞാനത് വിശ്വസിക്കുന്നു. പ്രേക്ഷകർക്ക് വേണ്ടി എന്ത് സന്ദേശമാണ് സജിക്ക് പറയാനുള്ളത്? എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ബിസിനസ്സിലെ നഷ്ടങ്ങൾ, അതിനുശേഷം ഉണ്ടായിട്ടുള്ള ഓരോരോ ദുരനുഭവങ്ങൾ. ആദ്യം എൻ്റെ ബ്രദറിന് ഒരു ആക്സിഡൻറ്റ് സംഭവിച്ച് രണ്ട് കാലം കൊണ്ട് നടക്കാൻ വേണ്ടി പറ്റത്തില്ലാത്തൊരു സിറ്റുവേഷനിലേക്ക് വന്നു. തൊട്ടുപുറകെ എൻ്റെ ഡാഡി മരിച്ചുപോയി. അതിനുശേഷം സാമ്പത്തികമായിട്ടുള്ള നഷ്ടങ്ങൾ കൂടാതെ മാനഹാനി, പിന്നെയുള്ള ജയിൽവാസം, ഒത്തിരി ആൾക്കാരുടെ ബുദ്ധിമുട്ടുകൾ, അതായത് പ്രത്യേകിച്ച് കുടുംബത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, ട്രാവൽ ബാൻ അടക്കം. എങ്കിലും ഞാൻ ഒരേ ഒരു കാര്യത്തിൽ വിശ്വസിക്കുന്നു, എൻ്റെ കർത്താവായ ദൈവം എൻ്റെ കൂടെയുള്ളിടത്തോളം കാലം എനിക്കൊരു കാര്യത്തിന് മുട്ടുണ്ടാവില്ല. അവനെന്നെ കൊണ്ടു നടക്കും.
ഞാൻ എന്തായാലും ഒരു കാര്യത്തിൽ പറയുന്നു, നിങ്ങൾ വിശ്വസിച്ചെങ്കിൽ അവൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും, നിങ്ങളെ കാത്തു നടത്തും. നിങ്ങളുടെ ഈ സാക്ഷ്യം കേൾക്കുന്ന ദൈവജനത്തോട് സോളിക്ക് എന്താണ് പറയാനുള്ളത്? പുറപ്പാട് 9:16. എൻ്റെ ശക്തി നിനക്ക് കാണിച്ചു തരാനും എൻ്റെ നാമം ലോകം മുഴുവൻ പ്രഘോഷിക്കുവാനും വേണ്ടിയാണ് ഞാൻ നിന്നെ ജീവിക്കാൻ അനുവദിച്ചത്. ഈ ഒരു വചനം ഈശോ എന്നോട് നേരിട്ട് പറയുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം വചനപ്രഘോഷണം നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി നാട്ടിൽ പോയ സമയത്ത് അവിടെയുള്ളൊരു വൈദികനിലൂടെ ഈശോ എനിക്ക് വെളിപ്പെടുത്തി തന്ന ഒരു വചനമാണ്. അപ്പോൾ ഈശോ എന്തുമാത്രം ആ വചനപ്രഘോഷണത്തെ ഈശോയെക്കുറിച്ച് മഹത്വം കൊടുക്കാനായിട്ട് ഈശോ എന്തുമാത്രം ആഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പം നമ്മളെല്ലാവരും ഈശോയെ പ്രഘോഷിക്കാനും അവൻ്റെ സുവിശേഷം ലോകമെങ്ങും അറിയിക്കാനും നമ്മളാലാവുന്ന വിധം ശ്രമിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിലേക്ക് വളരുവാൻ ദൈവം നമ്മോട് നടത്തുന്ന ആഹ്വാനങ്ങളാണ് ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന വേദനകളും തകർച്ചകളും. സഹനത്തിലേക്കുള്ള ദൈവത്തിൻ്റെ ആഹ്വാനം ഹൃദയപൂർവ്വം സ്വീകരിച്ച് ദൈവത്തിൽ നിന്നകലാതെ, ദൈവത്തെ ചോദ്യം ചെയ്യാതെ, കൂടുതൽ ജാഗ്രതയോടെയുള്ള പ്രാർത്ഥനയ്ക്കും ദൈവിക വീഴ്ചയ്ക്കും തങ്ങളെ തന്നെ വിട്ടുകൊടുക്കുകയാണ് സജിയും കുടുംബവും ചെയ്തത്. രോഗം, തകർച്ച, നഷ്ടം, മാനഹാനി, മരണം, ഈ സഹനങ്ങളെല്ലാം ദുർഭൂതങ്ങളായി കുടുംബങ്ങളെ വിഴുങ്ങുമ്പോൾ ഇവയൊന്നും നേരിടാനാവാതെ നിരാശയിലേക്കും ആത്മഹത്യയിലേക്കും നീങ്ങുന്ന ഒരവസ്ഥയാണ് ഇന്നത്തെ ഈ ആധുനിക ലോകത്തിൽ നമ്മൾ കാണുന്നത്. ഒരു മനുഷ്യന് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ഊർജം പ്രാർത്ഥനയാണ്. അത് നമ്മുടെ കർത്താവ് ഗത്സമേനിൽ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഈ പ്രാർത്ഥനയാകുന്ന ഊർജം ഉൽപ്പാദിപ്പിച്ച് ജീവിതത്തിലെ പ്രതിസന്ധികളെ നമുക്ക് നേരിടാം. റോമ 8:28 പറയുന്നത് പോലെ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് എല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു എന്ന വലിയ സത്യം നമുക്കേവർക്കും ആശ്വാസവും ധൈര്യവും പകരട്ടെ. ആമേൻ. കുരിശിൻ്റെ വിശുദ്ധ യോഹന്നാൻ പറയുന്നു, ദുരിതവേളയിൽ ഒരു തവണ മാത്രം പറയുന്ന ദൈവത്തിന് സ്തുതി ഐശ്വര്യ സമൃദ്ധിയിലെ 1000 കൃതജ്ഞതകളേക്കാൾ വിലയുള്ളതാണ് എന്ന്. തങ്ങളുടെ സഹനങ്ങളുടെ സമയങ്ങളിൽ ദൈവത്തെ മുറുകെ പിടിച്ചു ജീവിച്ച ഈ കുടുംബത്തെ ഓർത്ത് നമുക്ക് അവിടത്തേക്ക് നന്ദി പറയാം. അതുപോലെ നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ കർത്താവിൻ്റെ കരുതൽ എന്നും ലഭിക്കുന്നതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. അതിനുള്ള കൃപയ്ക്കായി ലോകമെമ്പാടുമുള്ള എല്ലാ നേഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴിയായി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നേഴ്സും ഒരു വിശുദ്ധനായി, ഒരു വിശുദ്ധയായി തീരട്ടെ. ആമേൻ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിൽ എത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.